ഹായ് ഹലോ ബെന്നീസ് വ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ടിർലിസ് പർവ്വതത്തിലേക്കുള്ള യാത്രയുടെ 6ാം ഭാഗമാണ്. നമ്മളിപ്പോൾ കാണുന്ന ആ ഒരു ആരമുള്ള ഏരിയയിലാണ് നമ്മൾ കേബിൾ കാറിൽ യാത്ര ചെയ്യുന്നത്. ബേണിൽ നിന്നും ഏഞ്ചൽബർഗ് വരെയുള്ള ട്രെയിൻ യാത്രയിലെയും അവിടുന്ന് ടിർലിസ് വരെയുള്ള ബസ് യാത്രയുടെയും കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. ടിർലിസ് പർവ്വതത്തിലേക്കുള്ള 3 ഘട്ട കേബിൾ കാർ യാത്രയുടെ ആദ്യഘട്ടമാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത്. ഇവിടെ നിന്നാണ് ഇത് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ട സ്ഥലമാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുത്ത് മുകളിലേക്ക് പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. ഓരോ സ്ഥലത്തെയും പ്രകൃതി ദൃശ്യങ്ങൾ വ്യത്യസ്തമാണ്. നമ്മുടെ ചാനൽ ബെന്നീസ് വ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മളതിൻ്റെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് നമ്മൾ ഫുൾ ഫെയർ നമ്മൾ ഐസ് ഫ്ലയറിലൂടെയുള്ള യാത്രയും ഉൾപ്പെടെയാണെങ്കിൽ നമുക്ക് 114 പിന്നെ സ്വിസ് ഫ്രാങ്ക്സ് ആകും. അതൊരു ഇന്ത്യൻ റുപ്പിയിൽ ഏകദേശം 11,000 രൂപ, 11,925 അത്രയാകും. അതേസമയം സ്വിസ് പാസ് ഉണ്ടെങ്കിൽ ഈ ഫുള്ള് ഈ 114 എന്നുള്ള 65 സ്വിസ് ഫ്രാങ്ക് കൊടുത്താൽ മതി. ഇന്ത്യൻ റുപ്പിയിലാണെങ്കിൽ ഒരു 6,229 രൂപയാകുള്ളൂ. വ്യത്യാസമുണ്ട്, അത്ര വ്യത്യാസമുണ്ട്. പിന്നെ നമ്മൾ പുതിയ ന്യൂ ബേൺ ചൈൽഡ് തൊട്ട് ഒരു 16 വയസ്സ് വരെയുള്ളതിന് സ്വിസ് പാസ് ഉണ്ടെങ്കിൽ ചാർജ് ഒന്നും വേണ്ട. അതുപോലെ തന്നെ നമ്മുടെ സ്വിസ് പാസ് അല്ല, പാസ്സൊന്നും ഇല്ലെങ്കിൽ അപ്പോൾ 6 വയസ്സിൽ താഴെയുള്ളവർക്ക് ഒന്നും വേണ്ട. അതേസമയം 6 തൊട്ട് 16 വരെയും പ്രായമുള്ളവർക്ക് 57 സ്വിസ് ഫ്രാങ്ക്, അതായത് 5,562 രൂപ അവരുടെ ടിക്കറ്റ് നമ്മൾ എടുക്കണം. നമ്മൾ ഇപ്പോൾ ഈ മെട്രോയിൽ കാണുന്ന പോലെ ഇതുപോലെയുള്ള ആ ഗേറ്റ് വഴി വേണം അകത്തേക്ക് കയറാൻ വേണ്ടി. അപ്പോൾ അങ്ങോട്ട് കയറുമ്പോഴത്തേനും നമ്മുടെ ടിക്കറ്റ് അവിടെ സ്കാൻ ചെയ്ത് വേണം കയറാൻ. മാനുവലായിട്ട് നമ്മുടെ ടിക്കറ്റ് ചെക്ക് ചെയ്യാൻ ആരുമില്ല. ആ കാണുന്ന നമ്മൾ ടിക്കറ്റ് സ്കാൻ ചെയ്ത ആൾക്കാർ ഇങ്ങനെ കയറുന്നതാണ്. മാനുവലായിട്ട് ആരും ടിക്കറ്റ് നോക്കാനില്ല. ഓരോ സ്റ്റേജിലും നമ്മൾ ഈ ടിക്കറ്റ് എപ്പോഴും നമ്മുടെ കൈ വേണം, അത് സ്കാൻ ചെയ്ത് വേണം. ഈ 3 സ്റ്റേജാണ് കേബിൾ കാർ യാത്ര. ഇവിടുന്ന് നമ്മളിപ്പം പോകുന്ന ആദ്യത്തെ സ്റ്റേജാണ്. 2ാമത്തെ സ്റ്റേജും ഇതുപോലത്തെ തന്നെ കേബിൾ കാറാണ്. 3ാമത്തെ സ്റ്റേജിലെ കേബിൾ കാർ എന്ന് പറഞ്ഞാൽ അവൻ 360 ഡിഗ്രി കറങ്ങിക്കൊണ്ടിരിക്കും. ഇതൊന്നും കറങ്ങിയല്ല, ഫിക്സഡ് ആണ്. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ നമ്മൾ നിറയെ ഇവിടെ ഇപ്പോൾ ഇതിനകത്ത് ഒരു 6 പേർക്ക് ഇരിക്കാവുന്ന രീതിയിലുള്ള കേബിൾ കാറുകളാണ് ഇവിടെ. ഇതൊക്കെ ഇങ്ങനെ നിരനിരയായിട്ട് നിറയെ പിന്നെ കേബിൾ കാറുകളുണ്ട്. പക്ഷേ ഈ 360 ഡിഗ്രി കറങ്ങുന്ന ആ ഏരിയയിൽ വരുമ്പം നമ്പർ ഓഫ് കേബിൾ കാറിൻ്റെ എണ്ണം കുറവാണ്. പക്ഷേ ഒരെണ്ണത്തിനകത്ത് ഒത്തിരി ഇതിൻ്റെ ഒരു 10 ഇരട്ടിയൊക്കെ ആൾക്കാരെ ഉൾക്കൊള്ളാനുള്ള ഒരു കപ്പാസിറ്റി അതിനുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് കേബിൾ കാർസ് അവിടെ കുറവാണ്, പക്ഷേ ഒരെണ്ണത്തിൽ നല്ല കപ്പാസിറ്റി ഉണ്ട്. ഇപ്പം അവിടെ നിന്ന് വരും തോറും അങ്ങ് സൈഡിൽ പോകുന്നവർ വന്ന് ഇറങ്ങി പോകുന്നതാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു സ്ലോ ആയി കഴിയുമ്പോൾ ആൾക്കാർ ഇറങ്ങും. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇപ്പുറത്തെ വഴി കറങ്ങി അപ്പുറത്തോടെയാണ് പോകുന്നത്. ആ കറങ്ങി റൗണ്ട് ചെയ്ത് വരുമ്പോഴത്തേനും ആൾക്കാർ ഇറങ്ങി തീരും. ഇവിടെ നിന്ന് ഇപ്പോൾ ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുകയാണ്. നിൽക്കത്തില്ല, സ്ലോ ആവും. സ്ലോ ആവുന്ന സമയത്ത് വേണം നമ്മൾ ഇറങ്ങി അപ്പുറത്തെ സൈഡ് വഴി ഇറങ്ങുന്നവർ പോകണം. ഇവിടുന്നാണ് കയറുന്നവർ ഇവിടുന്ന് കയറി അങ്ങ് പോവുകയാണ്. അപ്പോൾ അല്ലെങ്കിൽ റെയിൽ പാസിനും ഈ പറഞ്ഞ പോലെ ഉള്ള ബെനിഫിറ്റ് ഉണ്ട്. പക്ഷേ സ്വിസ് പാസിന് കിട്ടുന്ന ഒപ്പം കുറവ് കിട്ടത്തില്ല. യൂറോ റെയിൽ പാസിന് വേണ്ട 8,500 രൂപയോളം കൊടുക്കണം. 89 സ്വിസ് ഫ്രാങ്ക്. 6 തൊട്ട് 15 വരെയുള്ള വയസ്സുള്ള പിള്ളേർക്ക് 45 സ്വിസ് ഫ്രാങ്ക്, 4,312 രൂപ കൊടുക്കണം. അതാണ് ഈ 3 ടൈപ്പ് പാസ്സുള്ളവരുടെ, പാസ് ഇല്ലാത്തവരുടെയും 2 ടൈപ്പ് പാസ്സുള്ളവരുടെയും ചാർജ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ അങ്ങോട്ട് പോകാനുള്ള നമ്മൾ കേബിൾ കാറ് കയറിയിരിക്കുകയാണ്. ഞങ്ങൾ 4 പേര് മാത്രമേ ഉള്ളൂ. പതിയെ സ്പീഡ് എടുക്കാൻ തുടങ്ങി. ആ കെട്ടിടത്തിൻ്റെ വെളിയിലേക്ക് ഇപ്പം വന്നു. മുകളിൽ നിന്ന് താഴോട്ട് വരുന്ന ഇതിങ്ങനെ ഒരു കൺവെയർ പോലെയാണ്, വട്ടം കറങ്ങി ഇങ്ങനെ വരുവാണ്. അപ്പുറത്തെ സൈഡിൽ താഴോട്ട് വരും, ഇപ്പുറത്തെ സൈഡിൽ മുകളിലോട്ട് കയറിപ്പോവും. താഴോട്ട് വരുന്നതാണ്. നമുക്ക് ഈ കേബിൾ കാർ ഇരുന്നുകൊണ്ട് ഇവിടുത്തെ പ്രകൃതി ഭംഗി നന്നായിട്ട്
ആസ്വദിക്കാൻ പറ്റും. താഴെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിരുന്ന ഏരിയയാണ്. അവിടെ നിന്നാണ് നമ്മളിങ്ങനെ കയറി മുകളിലോട്ട് പോകുന്നത്. പാർക്കിംഗ് ഏരിയയും അപ്പുറമുള്ള വീടുകളും കെട്ടിടങ്ങളും ഹോട്ടലുകളും ഒക്കെയാണ് കാണുന്നത്. നടുക്കൊരു തടാകമുണ്ട്. അതിന് ചുറ്റും ഈ മലഞ്ചെരുവുകളിൽ നിറയെ വീടുകളാണ്. മുകളിൽ പിന്നെ മഞ്ഞുറഞ്ഞ കൊടിമുടികളുടെ ദൃശ്യമുണ്ട്. നമ്മൾ ഈ മരക്കാടുകൾക്ക് ഇടവഴിയാണ് നമ്മുടെ ഈ കേബിൾ കാർ യാത്ര ചെയ്യുന്നത്. സ്വിറ്റ്സർലൻഡിൻ്റെ ആൽപ്സ് പർവ്വതം യൂറോപ്പിലെ പല രാജ്യങ്ങളിലായിട്ട് കിടക്കുന്നു. അതിനകത്ത് സ്വിറ്റ്സർലൻഡിൻ്റെ ആൽപ്സിൽ പ്രകൃതിയുടെ അതുല്യമായ ഭംഗിയോടെ തടാകങ്ങൾ, പർവ്വതങ്ങൾ, ഹിമഗിരികൾ, നീലാകാശം എന്നിവയിൽ ഒത്തുചേരുന്ന ഒരു സ്ഥലമാണ് ടിറ്റ്ലിസ്. 3238 മീറ്റർ, ഏതാണ്ട് 10621 അടി ഉയരമുള്ള ഈ മഞ്ഞ് പർവ്വതം സ്വിറ്റ്സർലൻഡിൻ്റെ പർവ്വത പ്രദേശം സഞ്ചാരികൾക്ക് നൽകുന്ന ആകർഷണീയമായ അനുഭവങ്ങളുടെ ഒരു കേന്ദ്രമാണ്. ടിറ്റ്ലിസ് മികച്ച ഹിമഗിരി മേഖലയായിട്ടാണ് പ്രശസ്തം. ഈ ആൽപൈൻ സഞ്ചാര കേന്ദ്രത്തിലെ ആദ്യത്തെ കേബിൾ കാർ സർവീസിൻ്റെ ആരംഭം ടിറ്റ്ലിസിൻ്റെ പ്രശസ്തിക്കും സഞ്ചാരികളുടെ ആകർഷണത്തിനും തുടക്കം കുറിച്ചു. ഈ സഞ്ചാരത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഭാഗമാണ് ആദ്യത്തെ സ്റ്റേജ് കേബിൾ കാർ യാത്ര. നമ്മളിങ്ങനെ മുകളിലോട്ട് കയറി പോന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങേ സൈഡ് വഴി താഴോട്ടുള്ള കേബിൾ കാറുകൾ പോകുന്നുണ്ട്. സർവീസിൻ്റെ ആരംഭം ടിറ്റ്ലിസ് പർവ്വതത്തിൽ കേബിൾ കാർ സേവനം ആരംഭിക്കുന്നത് 1967 ഈ കേബിൾ കാർ സർവീസ് എങ്കിൾബർഗ് ഗ്രാമത്തിൽ നിന്നുള്ള ആദ്യത്തെ കേബിൾ കാർ വഴി ആരംഭിച്ചു. ഈ പുതിയ ട്രാൻസ്പോർട്ട് സംവിധാനം സഞ്ചാരികൾക്ക് പർവ്വത ശ്രേണികളുടെ കാഴ്ചകൾ നേരിട്ടും ദൂരപരിചയത്തോടെ കാണാൻ അനുവദിച്ചിരുന്നു. ഇത് ടിറ്റ്ലിസ് പർവ്വതത്തിൽ വരുന്ന സന്ദർശകരുടെ എണ്ണം വളരെ മെച്ചപ്പെടാൻ കാരണമായി. നമ്മൾ ഇപ്പം പോകുന്ന സ്ഥലത്തേക്കാണ് ഇപ്പോൾ കാണുന്നത്. അവിടുത്തെ ഏരിയയൊക്കെ മഞ്ഞ് മൂടിക്കിടക്കുവാണ്. നമ്മൾ നേരത്തെ കണ്ടത് അവിടുന്ന് പോകുന്ന സ്ഥലമായിരുന്നു, പുറപ്പെട്ട സ്ഥലമായിരുന്നു. ഇത് നമ്മൾ എത്തിച്ചേരാൻ പോകുന്ന സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. 1960കളിൽ ടിറ്റ്ലിസ് പർവ്വതത്തിലേക്ക് എത്താനുള്ള പാതകൾ വളരെ പരിമിതമായിരുന്നെങ്കിലും 1967 ടിറ്റ്ലിസ് ഫസ്റ്റ് സ്റ്റേജ് കേബിൾ കാർ സർവീസ് ആരംഭിച്ചതിന് ശേഷം കൂടുതൽ ആളുകൾ ഈ പ്രദേശം സന്ദർശിക്കാൻ ശ്രമിക്കുകയും ടിറ്റ്ലിസ് ഒരു ഗണ്യമായ വിനോദസഞ്ചാര കേന്ദ്രമായി മാറുകയും ചെയ്തു. പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് ഈ സേവനത്തിന് തുടക്കം കുറിച്ചത്. അതിനാൽ കേബിൾ കാർ വഴി പർവ്വതത്തിൻ്റെ മനോഹരമായ ദൃശ്യം യാത്രികർക്ക് ലഭ്യമാകുന്നുണ്ട്. ഇവിടെയും വീടുകളെല്ലാം ഉണ്ട്. ഇതിലൂടെ കേബിൾ കാർ അല്ലാതെ വഴിയുണ്ട്. ഈ വീടുകളിലേക്കൊക്കെ വരാനുള്ള വഴികളുണ്ട്. അങ്ങ് മഞ്ഞുമൂടി പർവ്വതശൃംഗങ്ങളിൽ നിൽക്കുന്നു. ഇവിടെ വീടുകളും അങ്ങിങ്ങ് വീടുകളും. ഇതൊരു വലിയ വീടാണോ ശാലോടെ കുറച്ചുകൂടെ എന്തെങ്കിലും ഹോട്ടലാണോ എന്നൊരു സംശയമുണ്ട്. അവിടെ കുറച്ചുകൂടെ വലിയ ഒരു കോമ്പൗണ്ടാണ് കണ്ടത്. അതിൻ്റെ ബോർഡുണ്ട്. വേറെന്തൊരു ഹോട്ടലാണെന്ന് തോന്നുന്നു. അതിൻ്റെ മുകളിലായിട്ട് ഉള്ള ഈ പാറ, പിന്നെ ഈ മലയുടെ ഈ കൊടുമുടികളിലെല്ലാം മഞ്ഞ് വീണ് ഇങ്ങനെ മഞ്ഞുറഞ്ഞു കിടക്കുവാണ്. ഇത് വെയിലത്ത് ഉരുകി ഒലിച്ചാണ് ഈ തോടുവഴി ഒഴുകി താഴോട്ട് ചെന്ന് ഇതിങ്ങനെ ഒഴുകി തടാകത്തിലേക്ക് എത്തിച്ചേരുന്നത്. ആദ്യത്തെ കേബിൾ കാർ യാത്ര ആകർഷണത്തിൻ്റെ തുടക്കം. ടിറ്റ്ലിസിൻ്റെ ആദ്യത്തെ സ്റ്റേജ് കേബിൾ യാത്രയിൽ സഞ്ചരിക്കുന്ന വഴി യാത്രികർക്ക് ലഭിക്കുന്ന പനോരമിക് കാഴ്ചകളിൽ ദീർഘമായ മാറ്റമുണ്ട്. ആദ്യത്തെ കേബിൾ കാർ ഇംഗിൾബർഗ് ഗ്രാമത്തിലെ താഴ്വരയിൽ നിന്നും യാത്ര ആരംഭിച്ച് പർവ്വത ശൃംഗങ്ങളിൽ 1800 മീറ്റർ 5900 അടി ഉയരത്തിൽ എത്തുന്നു. ഈ ദൃശ്യം മനോഹരമായ മഞ്ഞിലുള്ള പർവ്വതങ്ങളിൽ നിന്ന് ആകാശത്തൊഴുകുന്ന മേഘങ്ങളിലേക്കുള്ള കാഴ്ചകൾ പൂർണ്ണമായ അനുഭവം തരുന്നു. ആദ്യ കേബിൾ കാർ സർവീസിൽ യാത്രികർക്ക് പുറമെ പർവ്വതങ്ങളുടെ ശാഖകളും നീലാകാശവും കാണാനാകും. സഞ്ചാരികൾക്ക് ഈ ആദ്യത്തെ ദൃശ്യം ഒരു മനോഹരമായ അനുഭവമാണ്. കേബിൾ കാർ ചെറുതായി ഉയരുന്ന പോലെ പർവ്വതങ്ങളുടെ പരിസരങ്ങൾ, മലകളുടെ നടുവിലേക്കുള്ള കാഴ്ചകൾ സ്വപ്നപ്രകൃതിയിലേക്കുള്ള ഒരു പ്രവേശനം പോലെ അനുഭവപ്പെടുന്നു. ഇങ്ങനെ ഇടയ്ക്ക് ഓരോ തൂണുകളിലാണ് ഈ ഉറപ്പിച്ചിരിക്കുന്നത്.
നമ്മൾ പോകുന്ന ഈ കേബിൾ കാർ എന്നുള്ളത് ആ ചുറ്റും ചില്ലുണ്ട്, പ്രൊട്ടക്റ്റഡ് ആണ്. നമുക്ക് വെളിയിലെ തണുപ്പ് ഇത് അകത്തേക്ക് അത്ര കണ്ട് വരത്തില്ല. ഓപ്പൺ അല്ലാത്തതുകൊണ്ട് നമുക്കത് വളരെ പ്രൊട്ടക്റ്റഡ് ആണ്. ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ ഓപ്പണിംഗ് ഉള്ളൂ. ഈ ഡോറാണത് വെളിയിലേക്ക് ഇറങ്ങാനുള്ള. അത് നമ്മൾ കയറി കഴിയുമ്പോൾ അടയും, പിന്നെ നമ്മൾ ഇറങ്ങാൻ നേരത്ത് മാത്രമേ അത് ഓപ്പൺ ആവുന്നുള്ളൂ. ഈ കേബിൾ കാർ യാത്രയിലെ ഏറ്റവും വലിയ ആകർഷണമായുള്ളത് ടിറ്റ്ലിസിൻ്റെ ഹിമഗിരികളാണ്. ഇത് സ്വിറ്റ്സർലൻഡിൻ്റെ ഏറ്റവും തണുപ്പുള്ള സ്ഥലങ്ങളൊന്നായാണ് കണക്കാക്കപ്പെടുന്നത്. പർവ്വത ശൃംഖലയുടെ മുകളിൽ സഞ്ചാരികൾക്ക് മനോഹരമായ ഒരു മഞ്ഞ് പാട ലഭ്യമാകുന്നു. ടിറ്റ്ലിസിൻ്റെ ഹിമഗിരികൾ ഒരു നീല നിറം നിറഞ്ഞ ഉപരിതലമായാണ് നിലകൊള്ളുന്നത്. നീലാകാശത്തിനോടൊപ്പം കാഴ്ച വീശുന്നത് പ്രകൃതിയുടെ ഏകദേശം എല്ലാ പ്രത്യേകതകളും ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. ഇവിടെ മരങ്ങളിലും ഒക്കെ മഞ്ഞ് വീണിട്ടുണ്ട്. സൂര്യപ്രകാശത്തിൻ്റെ താരതമ്യം. കേബിൾ കാർ സർവീസിൻ്റെ യാത്രയിൽ സൂര്യപ്രകാശം കാഴ്ചകളെ മാറ്റുന്നു. പർവ്വതങ്ങളിലെ മഞ്ഞ് സൂര്യപ്രകാശം തിളങ്ങുമ്പോൾ യാത്രികർക്ക് ലഭിക്കുന്ന ദൃശ്യങ്ങൾ അത്യന്തം മനോഹരമാണ്. ചുറ്റുപാടുകളിലേക്കുള്ള കാഴ്ച പർവ്വതങ്ങളുടെ പാരമ്പര്യവും ആകാശത്തിൻ്റെയും മഞ്ഞും ചേർന്ന് അപൂർവമായ ചിത്രമായി മാറുന്നു. സഞ്ചാരികൾക്ക് ലഭിക്കുന്ന അനുഭവം. ടിറ്റ്ലിസിൻ്റെ ആദ്യ കേബിൾ കാർ യാത്ര ഒരു അപൂർവമായ പനോരമിക് അനുഭവം നൽകുന്നു. ഇത് സഞ്ചാരികളെ ഈ പ്രദേശത്തിൻ്റെ പ്രകൃതിയിലേക്ക് പ്രവേശിപ്പിക്കുന്നതിനായുള്ള ഏറ്റവും മികച്ച മാർഗമാണ്. എങ്ങനെ ഒരു പ്രത്യേക പ്രദേശത്ത് എത്തുമ്പോൾ അതിൻ്റെ ശുദ്ധമായ കാഴ്ചകൾ, ശാന്തമായ അവസ്ഥകൾ, മലകളുടെ ഹിമഗിരികൾ, ആകാശത്തേക്കുള്ള ശാന്തമായ കാഴ്ചകൾ, ഇവയെല്ലാം കാഴ്ചക്കാരെ ഒരു പ്രത്യേക അനുഭൂതിയിലേക്ക് എത്തിക്കുന്നു. നമ്മുടെ യാത്രയുടെ ഏതാണ്ട് ഈ ഫസ്റ്റ് സ്റ്റേജ് കേബിൾ യാത്രയുടെ അവസാനമാവുകയാണ്. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ബെൽനീസ് വ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.